بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعطرته ومن والاه وبعد. സഹോദരങ്ങളെ, നാം റമദാനിൻ്റെ പ്രധാനപ്പെട്ട ഈ സമയം വിദ്യാഭ്യാസ ചിന്തകൾ പകരുന്നതിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ പ്രവർത്തകരാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറൻ എന്നാണ്. അധ്യാപകന് മാത്രമാണ് ഞാനെന്ന് നബി തങ്ങൾ ഏറ്റുപറയുന്നു. മഹാനായ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് فإن الاشتغال بالعلم لمن أفضل الطاعات ومن أولى ما أنفقت فيه نفائس الأوقات എന്നാണ്. അറിവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. വിലപ്പെട്ട സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും മുന്തിയ പ്രവർത്തനമാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്ഥാപനങ്ങളുടെ പ്രവർത്തകർ, രക്ഷിതാക്കൾ എല്ലാവരും വിദ്യാഭ്യാസ പ്രവർത്തകരാണ്. വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് കുട്ടികൾ ക്ലാസ് മുറിയിൽ ഒത്തുകൂടുന്നു, അധ്യാപകൻ അവർക്ക് ക്ലാസ് എടുക്കുന്നു എന്നതിൽ ഒതുങ്ങുന്നതല്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നതൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് മഹാനായ നബി റളിയല്ലാഹു അൻഹു ഫഇന്നൽ ഇഷ്തിഗാല ബിൽ ഇൽം എന്ന പ്രയോഗം നടത്തുന്നത്. അറിവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും, സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അത് ഗവേൺ ചെയ്യുക, വിദ്യാർത്ഥികളെ സ്നേഹിക്കുക, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക, സർവോപരി സ്വന്തം മക്കളെ വിദ്യയുടെ മാർഗത്തിലേക്ക് വഴിതിരിച്ചു വിടുക, മക്കളെ പ്രോത്സാഹിപ്പിക്കുക, മക്കളെ വിദ്യയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, ഇതൊക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ഇസ്തിഗാൽ ബിൽ ഇൽമി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ അതൊക്കെ വരുന്നു. അത് മിൻ അഫ്ളലി താഅത്താണ്. നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ, താഅത്തുകളിൽ മുന്നിൽ വരുന്ന കാര്യമാണ്. നമ്മൾ വിദ്യാഭ്യാസത്തെപ്പറ്റി ആലോചിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ വർഷത്തിൻ്റെ തുടക്കത്തിലാണല്ലോ നാം. അള്ളാഹുവിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലേക്ക് വിളിക്കുക എന്നാണ്. ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹ. ഒരാൾ നന്നാവുക എന്നത്, നമ്മുടെ പ്രവർത്തനം വഴി ഒരാൾ നേർവഴിക്ക് വരിക എന്നുള്ളത്, ഈ ഭൂമിയാകെ സ്വന്തമാക്കുന്നതിലേറെ ഭൂമിയിലുള്ളത് എല്ലാം സ്വന്തമാക്കുന്നത് പോലെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരാളെ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ്. ആ കർമ്മമാണ് വാഫി വഫിയ കുടുംബം ഇപ്പോൾ ഈ വർഷവും നിർവഹിക്കാൻ പോകുന്നത്. വാഫി വഫിയ കോഴ്സുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സുപരിചിതമാണ്. കേരളത്തിന് പുറത്തും ഇതൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാഫികളും വഫിയകളും എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വേറിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ശ്രേഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന കാര്യത്തിൽ കൗതുകം കൊള്ളാറുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ വാഫികളുണ്ട്, വഫിയകളുണ്ട്. പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഗവേഷണം നടത്തുന്നുണ്ട്, മറ്റു ജീവിത കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ലോകത്തറിയപ്പെടുന്ന ഒരു സംവിധാനമാണിത്. ഒരു കാര്യം ലോകത്തറിയപ്പെടുന്നത് അത് അള്ളാഹുവിന് സ്വീകാര്യമാകുമ്പോഴാണ്. നമ്മൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചവർ അറിയപ്പെടണമെന്നില്ല. നമ്മൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയപ്പെടണമെന്നില്ല. അള്ളാഹുവിങ്കിൽ സ്വീകാര്യതയുണ്ടാകുമ്പോൾ അള്ളാഹു വാനലോകത്തെ മലക്കുകളോട് അള്ളാഹു സ്വീകരിച്ചു എന്ന കാര്യം അറിയിക്കുകയും ഭൂമി ലോകത്ത് അത് പരസ്യപ്പെടുത്തണമെന്ന് മലക്കുകളോട് നിർദ്ദേശിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് പലയിടത്തും അറിയപ്പെട്ടിരിക്കുന്നു. ലോകവേദികളിൽ പറയപ്പെടുന്ന ഒരു സംവിധാനമായി തീർന്നിരിക്കുന്നു.
നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ഇതൊക്കെ. കാൽനൂറ്റാണ്ട് കാലമായിട്ട് നമ്മൾ ദീനിനു വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഫലം കാഴ്ച നിൽക്കുന്ന ഒരു വൃക്ഷമാണിത്. ഈ സംവിധാനം പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. പഴങ്ങൾ പാകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ആ ഫലം അനുഭവിക്കാൻ, പഴം പറിക്കാൻ ആളുകളുണ്ട്. അവകാശവാദം ഉന്നയിക്കാൻ ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ തർക്കിക്കാൻ ആളുകളുണ്ട്. മത്സരിച്ച് സ്വന്തമാക്കാൻ ആളുകളുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് ഈ സംവിധാനത്തിന് കേരളക്കരയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സമന്വയ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. സമന്വയത്തിൻ്റെ ഈ ശ്രമം തുടങ്ങി വെക്കുന്ന സമയത്ത് പല തരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഉണ്ടായിരുന്നു. ആ സംശയങ്ങളും ആശങ്കകളൊക്കെ ഇന്ന് നീങ്ങി സമന്വയ വിദ്യാ സമ്പ്രദായം സാർവത്രികമായി തീർന്നു. പരമ്പരാഗതമായിട്ടുള്ള പല സംവിധാനങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ സമന്വയത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു വേള അവർ സമന്വയത്തിൻ്റെ ഒന്നാമത്തെ ആളുകളായി തീർന്നു കഴിഞ്ഞു. ശരിയിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകമറിയുന്ന ശരി അതാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് നമുക്കൊക്കെ നേരിട്ടറിയുന്നത് പോലെ, തനത് സോഴ്സുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ, സമന്വയ വിദ്യാഭ്യാസമാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്ര രംഗത്തെ ആത്യന്തികമായ ശരി. മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ച, ലോകത്തെ പരിചയപ്പെടുത്തിയ പ്രത്യയശാസ്ത്ര സരണി, ആ സരണി സമന്വയത്തിൻ്റെ സരണിയാണ്. സമന്വയം വേണമോ വേണ്ടയോ എന്ന ചർച്ചയിൽ വേണമെന്ന വാദത്തിൽ മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു മികവ് നേടുകയും അത് അന്ന് 1000 കൊല്ലം മുമ്പ് ലോകത്ത് സ്വീകാര്യമായി തീരുകയും ആ സ്വീകാര്യത ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. സമന്വയമാണ് ശരി. വിദ്യകളുടെ സമന്വയമാണ് ശരി. സമന്വയമില്ലാതെ, ജീവിതത്തിൽ സമന്വയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ ഈ ശരി കേരള നാട്ടിൽ വളരെ ഉറച്ച് പ്രഖ്യാപിക്കാനും അതിനുവേണ്ടി നിലക്കൊള്ളാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. അതിപ്പോൾ തർക്കമില്ലാത്ത ശരിയായി തീർന്നു. എല്ലാവരും ആ വഴിക്ക് വന്നു. അൽഹംദുലില്ലാ. ഇനി നമ്മുടെ ദൗത്യം തീർന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ പിന്മാറാം. നന്മകൾ തുടരണമല്ലോ, അതുകൊണ്ട് നമ്മൾ തുടരുന്നു എന്ന് മാത്രം. സമന്വയം നടക്കുകയാണ്, വിദ്യയുടെ മാർഗം വിജയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അൽഹംദുലില്ലാ, അതിന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമന്വയ വിദ്യാഭ്യാസ ശൈലിയിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ നമ്മൾ അടിവരയിടേണ്ട, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ചില സത്യങ്ങളുണ്ട്. പലർക്കും ദീനിനോട് ഇഷ്ടമാണ്, ദീനി വിദ്യാഭ്യാസം വേണമെന്നുണ്ട്. പക്ഷേ തെറ്റിദ്ധാരണയാണ്. മറ്റു വിദ്യാഭ്യാസങ്ങൾക്ക് ഇത് തടസ്സമാകുമല്ലോ എന്ന തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ നീക്കേണ്ടത് ഈ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള, ഈ കുടുംബത്തിൻ്റെ രാപ്പനികൾ അറിഞ്ഞ നിങ്ങളാണ്. രക്ഷിതാക്കൾക്കറിയാം, അധ്യാപകർക്കറിയാം, വിദ്യാർത്ഥിനികൾക്ക് ഏതായാലും അറിയാം. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ആർക്കെങ്കിലും വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അനുഭവങ്ങൾ അതിനെ തിരുത്തുകയാണ്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് സാധിച്ചിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ അധ്യാപനത്തിനോ മറ്റു തൊഴിലുകൾക്കോ പോയിട്ടുള്ള ആളുകൾ അവർ ഭൗതിക വിദ്യാഭ്യാസം നേടിയതിൻ്റെ ബലത്തിലാണ് പോകുന്നത്. എല്ലാവർക്കും അറിയാം. ഉപരിപഠനത്തിന്, ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്തെ ഉപരിപഠനത്തിന് പോകുന്നവർ വേറെ, അവർക്ക് ഏതായാലും ആ കാര്യം ബോധ്യമുള്ളതാണ്. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കുറവുകൾ സംഭവിക്കുമെന്ന് ചിലർ സംശയിക്കുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാതെ ദീനീ വിദ്യാഭ്യാസം, ദീനീ വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാതെ ഭൗതിക വിദ്യാഭ്യാസം. അതിപ്പോൾ പുലർന്നിരിക്കുകയാണ്, ഒരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ്. ആർക്കും അതിൽ സംശയമില്ല.
പല ജീവിത രംഗങ്ങളിലും നമ്മൾ മത്സരോന്മുഖതയുടെ കാലത്ത് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ ഇടം കിട്ടുന്നു എന്നല്ലാതെ പിന്തള്ളപ്പെടുന്ന സ്ഥിതിവിശേഷം ഇല്ല. അത് ഈ രംഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമ്പ്രദായത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ധാരാളം MNCകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ അനുഭവം, അവർ ദീനീ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട്, അഥവാ ഖുർആനിൻ്റെ ഭാഷ അറബി പഠിച്ചത് കൊണ്ട്, അങ്ങനെ പലതും മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ കാലുറപ്പിക്കാൻ പറ്റുന്നു, കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവുമില്ലാതെ ദീനീ വിദ്യാഭ്യാസം, ദീനിനോട് എല്ലാവർക്കും ഇഷ്ടമാണ്. ദീൻ വേണമെന്ന് എല്ലാവർക്കുമുണ്ട്. ദീനിനോട് ആർക്കും വെറുപ്പില്ല. ഇന്ന് ദീനിൻ്റെ പേരിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അസ്തിത്വം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്നല്ല, മതവിശ്വാസികൾക്കൊക്കെ മതങ്ങളോട് കൂടുതൽ അടുപ്പവും ഇഷ്ടവും കൂടി വരികയാണ്. അപ്പോൾ മതം വേണ്ട എന്ന അഭിപ്രായം ഇവിടെ നിലനിൽക്കുന്നില്ല. ലിബറലിസത്തിൻ്റെയും മതനിഷേധത്തിൻ്റെയും ഇക്കാലത്തും ലോകത്തൊട്ടാകെയുള്ള സ്ഥിതികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ 90% ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഏതെങ്കിലും തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ മതത്തിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു പോയിട്ടില്ല, അതിന്നും നിലനിൽക്കുകയാണ്. അപ്പം മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നത് തന്നെ ഈ കോഴ്സ് വളരെ റെലവൻ്റാണ് എന്നതിനുള്ള ഒരു തെളിവാണ്. മതമില്ലാതെ, ധർമ്മചിന്തയില്ലാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. അത് പച്ചയായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മതനിരാസകർ വരെ അത് അംഗീകരിക്കുന്നുണ്ട്. മതത്തിൽ ചില നന്മകളുണ്ട്, പിന്നെ അവർക്ക് പറയാനുള്ളത് ആ നന്മകളെ ഞങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മതം ഉദ്ദീപിപ്പിച്ചിട്ടുള്ള ധാർമ്മിക ചിന്തകൾ, ആ ചിന്തകളെ മതങ്ങളിൽ നിന്ന് പകർത്തിയെടുത്തതിന് ശേഷം ഞങ്ങളതൊക്കെ ഉൾക്കൊള്ളുന്നു, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവായ സ്രഷ്ടാവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ തള്ളിക്കളയാൻ ചിലർ ധാർഷ്ട്യം കാണിക്കുന്നത്? അള്ളാഹുവിനെ അംഗീകരിക്കുക, സ്രഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെ അംഗീകരിക്കുക. അവൻ്റെ സൃഷ്ടിയാണ് ബുദ്ധി, അവൻ്റെ സൃഷ്ടിയാണ് ധർമ്മബോധം. അതിനൊക്കെ അംഗീകരിക്കുമ്പോൾ കർത്താവിനെ അംഗീകരിക്കാതെ കൃതിയെ അംഗീകരിക്കുന്ന വൈപരീത്യം, അത് വളരെ വിചിത്രമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ മതവിദ്യാഭ്യാസം ആവശ്യമാണ്. മതവിദ്യാഭ്യാസം ആവശ്യമാണെന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള മതവിദ്യാഭ്യാസമുണ്ട്. ആഴത്തിലുള്ള അറിവ് മതവിദ്യാഭ്യാസം, ആഴത്തിലുള്ള വിദ്യാഭ്യാസം, ജീവിതം ചിട്ടപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള അളവിൽ മതവിദ്യാഭ്യാസം, രണ്ടും വേണ്ടതാണ്. ഈ സംവിധാനം ഈ 2 ആവശ്യങ്ങളെയും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ലളിതമായി പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ചെറിയ അളവിൽ പഠിക്കാൻ സൗകര്യമുണ്ട്. അതാണ് വഫിയ ആർട്സ് വിഭാവന ചെയ്യുന്നത്. നീറ്റ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളും വിഭാവന ചെയ്യുന്നത് അത് തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആളുകൾക്ക്, എന്നാൽ ദീനീ വിദ്യാഭ്യാസം മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ്റെ ജീവിതമായി തീരാൻ, മൃഗത്തിൻ്റെ ജീവിതമാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള അളവ്, ആ അളവ് മാത്രം പഠിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുന്നവർക്ക് അവസരമുണ്ട്. അവരെ ഈ സമ്പ്രദായം പുറന്തള്ളുന്നില്ല. അവർക്ക് അങ്ങനെയും പഠിക്കാം. ആഴത്തിൽ പഠിക്കാൻ തയ്യാറുള്ള, അതിനുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് അതിനുള്ള അവസരമുണ്ട്. അത് തീർച്ചയായിട്ടും നൽകപ്പെടേണ്ടത് തന്നെയാണ്. ഇത് ഇസ്ലാമിൻ്റെ മാത്രം കാര്യമല്ല. ഇന്നും ലോകത്ത് ഇസങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ആഴത്തിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഗവേഷണ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നല്ലൊരു പങ്ക് മനുഷ്യ സമൂഹം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ മതചിന്തകളെക്കുറിച്ചാണ്, അവൻ്റെ ആചാര രീതികളെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊക്കെ കളയണം എന്ന് പറയുന്നത് ആ ഒരു മതനിരാസ ചിന്ത ഒരിക്കലും സ്വീകാര്യമല്ല. ഈ സമ്പ്രദായം മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അഡ്മിറ്റ് ചെയ്യുന്നു എന്നതാണ് ശരി. ഇത് ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമില്ല, മതവിദ്യാഭ്യാസത്തിന് തടസ്സമില്ല. പുതിയ തലമുറയുടെ പുത്തൻ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും തടസ്സമല്ല. ആകപ്പാടെ ഒരു പക്ഷേ ചില ചിട്ടകളും പഥ്യങ്ങളും ഉള്ളത് കൊണ്ട് അതിർവരമ്പുകളില്ലാത്ത ലിബറൽ ചിന്തകളെ നിയന്ത്രിക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും.
അത് കുടുംബങ്ങൾ ചെയ്യുന്നതാണ്, മുതിർന്നവർ ചെയ്യുന്നതാണ്, രക്ഷിതാക്കൾ ചെയ്യുന്നതാണ്, ധർമ്മചിന്തകൾ ചെയ്യുന്നതാണ്. അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആരുമില്ല. പ്രായോഗിക ജീവിതത്തിൽ പലരും ഇങ്ങനെ ഓപ്പണായിട്ട് ലിബറലായിട്ട് നടക്കും. വൈകുന്നേരം വീട്ടിൽ ചെന്ന് മുളയുമ്പോൾ രക്ഷിതാക്കളത് അംഗീകരിക്കൂല, മുതിർന്നവർ അംഗീകരിക്കൂല, സദ്ചിന്തകൾ, തത്വങ്ങൾ, ദർശനങ്ങളത് അംഗീകരിക്കൂല. അതൊക്കെ ഓപ്പണായിട്ട് അതിനോടൊക്കെ ഒന്നും രാജിയാവാതെ ഉള്ളതുപോലെ പറയുന്നു എന്ന ഒറ്റ കാര്യമാണ് മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിശിഷ്യ പരിശുദ്ധ ഇസ്ലാം ചെയ്യുന്നത്. അപ്പോൾ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായ ധർമ്മലംഘനം അനുവദിക്കാതെ, ലിബറലിസം രംഗം കീഴടക്കുന്നത് അനുവദിക്കാതെ, നല്ല മനുഷ്യനെ, നല്ല പൗരനെ ഉണ്ടാക്കാൻ, പുതിയ തലമുറയെ അവൻ ഇന്ന് ആഗ്രഹിക്കുന്ന ആഹ്ലാദത്തിൽ തന്നെ അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമ്പ്രദായം വഴികളൊരുക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ സമ്പ്രദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. അപ്പോൾ ഈ സമ്പ്രദായത്തെ ശരിയാം വണ്ണം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നത് നിങ്ങളുടെയൊക്കെ കടമയാണ്. അത് നിങ്ങളുടെ കടമയാണ്. സ്വീകരിക്കട്ടെ, നിരാകരിക്കട്ടെ, അത് അവരിഷ്ടം. ഇങ്ങനെയും ചില ഓപ്ഷനുകളുണ്ട് എന്ന് നിങ്ങൾ ആളുകളോട് വിളിച്ച് പറയണം. ഇപ്പം നമുക്കറിയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നത് തൊഴിൽ രംഗത്തെ സുരക്ഷിതത്വമാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, സമന്വയ വിദ്യ നേടിയിട്ടുള്ള ആളുകൾ ലോകത്തൊട്ടാകെ തന്നെ നോക്കിയാൽ തൊഴിൽ രംഗത്ത് അവർ കൂടുതൽ സുരക്ഷ നേടുന്നു എന്നതാണ് സ്ഥിതിവിവര കണക്കുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലും ചില സ്ഥിതിവിവര കണക്കുകളൊക്കെ ഉണ്ട്, കേട്ടുകേൾവികൾ മാത്രമല്ല ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ജോലി ചെയ്യുന്നു. ഈ ഓൺലൈൻ കാലത്ത് ധാരാളം MNCകളിൽ ധാരാളം കുട്ടികൾ ജോലി ചെയ്യുന്നു, നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കുന്നു. നേരെ മറിച്ച് പലരും ഒരുപാട് പഠിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ തൊക്കിൽ വെച്ച് നടക്കുകയാണ്. അവർക്ക് തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് പരിഗണനകൾ കിട്ടുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ചില പച്ച യാഥാർത്ഥ്യങ്ങളുടെ മുന്നിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ശരിയാം വണ്ണം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞത് എന്താണോ അത് ശരിയാം വണ്ണം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ കടമയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്തസ്സായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അന്തസ്സായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചുരുങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ഒരാളെന്ന നിലക്ക് എനിക്ക് സ്വന്തം അനുഭവങ്ങൾ സാക്ഷിയാക്കി പറയാൻ കഴിയും. ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്തിന് അന്തസ്സുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഈ സമ്പ്രദായം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അന്തസ്സുണ്ടാക്കുന്ന കാര്യത്തിൽ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കൂടുതൽ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കും. ഇന്നിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? വാഫിയായൊരു പണ്ഡിതൻ, അല്ലെങ്കിൽ സമാന രീതിയിൽ സമന്വയ കോഴ്സുകൾ നേടിയിട്ടുള്ള ഒരു പണ്ഡിതൻ ഒരു ഗ്രാമത്തിൽ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലിടങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ അവൻ ശരിക്കും ഇസ്സത്ത് അനുഭവിക്കുന്നുണ്ട്. അവർക്കറിയുന്നതൊക്കെ ഇവനറിയാം സാധാരണഗതിയിൽ. എന്നാൽ ഇവനറിയുന്ന പലതും അവർക്കറിയില്ല. അറിവ് കൊണ്ട് അവന് ഇസ്സത്ത് കിട്ടുന്നുണ്ട്. അവന് ജീവിതത്തെ എങ്ങനെ സമീപിക്കണമെന്നറിയാം. ആധുനിക ജീവിത ശൈലികളൊക്കെ അവനറിയാം. ഖുർആനിൻ്റെ, ഇസ്ലാമിൻ്റെ ശൈലികൾ അവനറിയാം. അതെല്ലാം സമന്വയിച്ച് ഒഴുക്കുള്ള ഒരു ധാരയാക്കി അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുകയാണ്. അപ്പോൾ ശ്രേഷ്ഠമായ, വ്യതിരിക്തമായ ജീവിത രീതി സ്വീകരിക്കുന്നത് കൊണ്ട് അവൻ സ്വീകാര്യനാണ്, ആളുകൾക്ക് പ്രിയപ്പെട്ടവനാണ്, വേണ്ടപ്പെട്ടവനാണ്. പിന്നെ അവന് തൊഴിൽ രംഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവൻ നേടിയിട്ടുള്ള സുരക്ഷ, ആ സുരക്ഷയും അവൻ്റെ അന്തസ്സ് ഉയർത്തുകയാണ്. അവന് സമൂഹത്തോട് ഇടപഴകാൻ കൂടുതൽ അവസരം കിട്ടുകയാണ്. പള്ളിയിലെ ഇമാമാണവൻ. പിന്നെ കാലത്ത് അവൻ മദ്രസയിലെ അധ്യാപകനാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ അവൻ സ്കൂളിൽ അധ്യാപകനാണ്. അത് കഴിഞ്ഞ് പിന്നെ സായാഹ്നങ്ങളിൽ, സന്ധ്യകളിൽ അവൻ പഠന ക്ലാസ്സുകൾ നടത്തുന്ന വിദഗ്ധനായ പ്രഭാഷകനാണ്. പള്ളിയിലെ ഖത്തീബാണ്, ഗ്രാമത്തിൻ്റെ ഖാദിയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്നുള്ള ബഹുമാനവും ആദരവും ആകർഷിക്കാൻ അവർ സാധിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഇസ്സത്തിൻ്റെ മാർഗമാണ്.
പിന്നെ ജീവിത സൗകര്യങ്ങളാണ്. അതെല്ലാവർക്കും അറിയുന്നത് പോലെ മെച്ചപ്പെട്ട സൗകര്യങ്ങളും അവന് കിട്ടുന്നുണ്ട്. മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സൗകര്യം ഉണ്ടാവുകയില്ല, അന്തസ്സ് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്ന ആളുകളെ ഉണർത്തേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്സത്തുണ്ട്, സ്വീകാര്യതയുണ്ട്, ആദരണീയതയുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതൊക്കെ അവന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അവർ കോളേജിലെ അധ്യാപകരാണ്, കമ്പനികളുടെ MD-മാരാണ്, ഗവേഷകരാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണ്. ഒരു തടസ്സവുമില്ല. ഭൗതിക ജീവിതത്തിന് യാതൊരു തടസ്സവും ദീൻ സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഓപ്ഷനുകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അന്തസ്സിൻ്റെ മാർഗമാണ്. പിന്നെ ഈ പുതിയ കാലം നമുക്കൊക്കെ അറിയുന്നത് പോലെ ജീവിതത്തിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളിലും അപ്ഡേറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂല്യസങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്ത് പരിശുദ്ധ ദീനിനെ ഇത്രമേൽ അപ്ഡേറ്റ് ചെയ്യുന്ന, കാലത്തിൻ്റെ, സമയത്തിൻ്റെ, സന്ദർഭത്തിൻ്റെ ഒപ്പം നിർത്തുന്ന ഒരു വിദ്യാക്രമം ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയുന്നില്ല. അതൊരു മര്യാദയല്ലല്ലോ. ശരി, അതാണ്. ഇത് വളരെയധികം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. വഫിയോഫിയ സമ്പ്രദായത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. 4 നൂറ്റാണ്ടിൻ്റെ ചെറിയ ആയുസ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാഠ്യപദ്ധതി, അതിൻ്റെ കരിക്കുലം പലവരും റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, പലവരും പുതുക്കിയിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന പുത്തൻ പ്രവണതകളെ അത് ചിന്താരംഗത്താവട്ടെ, പെഡഗോജി രംഗത്താവട്ടെ, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയും നമ്മുടെ സാഹചര്യത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാസമ്പ്രദായങ്ങൾ സ്വീകരിച്ച് അങ്ങോട്ട് പോകുന്ന കുട്ടികൾക്ക്, ന്യൂജന് എന്തൊക്കെ അനുഭവിക്കാൻ പറ്റുന്നുവോ അതിൻ്റെയൊക്കെ കോർ കാര്യം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കലാപ്രവർത്തനങ്ങളുണ്ട്, കായിക പ്രവർത്തനങ്ങളുണ്ട്, അവയുടെയൊക്കെ ഉദ്ഘോഷണങ്ങളുണ്ട്, സ്റ്റേറ്റ് തല മീറ്റുകളുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ പുത്തൻ തലമുറക്ക് അവരുടെ പ്രായത്തിൽ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അവസരം കിട്ടാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പല ഒഫിയ കോളേജുകളും ഇൻ്റർനാഷണൽ സെമിനാറുകളും ദേശീയ സെമിനാറുകളും വലിയ വലിയ ഡിബേറ്റുകളും ചർച്ചാ വേദികളും ഒക്കെ ഒരുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കണ്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഇത്ര ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ഇത്രമേൽ ചെയ്യാൻ പറ്റുന്നല്ലോ, എന്തുകൊണ്ടാണിത്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് ആളുകൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വലിയ മെച്യൂരിറ്റി നൽകുകയും പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പ്രവർത്തന ശേഷിയും ചിന്താ വൈഭവവും ഭാവനാ വികാസവും ഒക്കെ നൽകുന്ന ഒരു സമ്പ്രദായമാണിത്. അതുകൊണ്ട് ഇത് റെസിഡൻഷ്യലാണ്. എല്ലാ അർത്ഥത്തിലും മെൻറ്റർമാർ, അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിച്ച്, അവരെ ഉൾക്കൊണ്ട്, അവരെ പരിചരിച്ച്, തലോടി അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുകയാണ്. അവർ തന്നെയും പുതിയത് ചിലത് തിരിച്ചറിയുകയാണ്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ, കഷ്ടിച്ച് ഒരു SSLC പരീക്ഷയെ നേരിടുമ്പോൾ, വിയർത്തൊലിക്കുമ്പോൾ എനിക്കിത്രേ ബുദ്ധിയുള്ളോ എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന കുട്ടികൾ പലരും ഈ സമ്പ്രദായത്തിൽ വന്നതിന് ശേഷം അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയ ശേഷികൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ അവർ തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് അത്ഭുതപ്പെട്ട ധാരാളം സംഭവങ്ങളുണ്ട്. അവർക്ക് തന്നെ അവരിൽ അത്ഭുതം കാണാൻ പറ്റുകയാണ്. ഞാനൊരു പ്രാസംഗികനാണെന്ന് ഒരിക്കലും വിചാരിക്കാത്തൊരു കുട്ടി അത്യുഗ്രൻ പ്രഭാഷണം നടത്തുന്ന ആളായി തീരുകയാണ്. കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ തീരെ പറ്റാത്ത, നാണം കുണുങ്ങിയായ, ഉൾവലിഞ്ഞ് നടന്നിരുന്ന കുട്ടി മിങ്കിൾ ചെയ്യുകയും സാമാജിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും റോളുകൾ ഏറ്റെടുക്കുകയും അങ്ങനെ ലീഡറായി തീരുകയും വലിയ 100-200 കുട്ടികളുള്ള കോളേജിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ശേഷി സ്വന്തം തന്നിൽ കണ്ടെത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. ഇതൊക്കെ അത്ഭുതങ്ങളാണ്. അങ്ങനെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഈ സിസ്റ്റത്തിൻ്റെ കുത്തകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഒരു മാതൃകയാണ്. ഇതൊക്കെ മാതൃകയാക്കി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒക്കെ ഇത് കിട്ടും. നമ്മൾ ഇത് ആണ് അവസാനത്തെ ശരിയെന്ന് പറയുന്നില്ല. ഇതൊരു ശരിയാണ്, ഇതൊരു ഒത്ത ശരിയാണ്, ഒരു നല്ല ശരിയാണ്. ധാരാളം ശരികളുണ്ട്. ഈ ശരികളൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒതുക്കം
ഒരു 10-200 ദിവസമേ ഒരു കൊല്ലത്തിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ തന്നെ എല്ലാ തരം അവധികളും കഴിഞ്ഞാൽ ഒരു 180, 100, 150 ദിവസമേ പഠിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ തന്നെയും ഒരുപാട് ഭാരമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ അതിലൊക്കെ കൂടുതൽ വരുന്നത് കുട്ടികൾക്ക് ഭാരമാകില്ല എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ, അവരൊക്കെ ധാരാളമായി വല്ലാതെ തിരുത്തിയ അനുഭവം 4 നൂറ്റാണ്ടായിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അവർ സൃഷ്ടിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത് കുട്ടികൾ 4-5 സിലബസ് പഠിക്കുകയാണ് എന്നുള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് അത് പിന്നെ ലോകത്ത് അറിയുന്നതാണ്, എല്ലാവർക്കും അറിയാം അതിന് എത്ര സമയം വേണം, എന്തൊക്കെ അതിന് എത്ര കണ്ട് എനർജി ചിലവാക്കണമെന്ന്. അതിൻ്റെ ഡബിൾ ഡോസിലുള്ള മതവിദ്യാഭ്യാസത്തിൻ്റെ സിലബസ്, അത് മതത്തിൽ കൂടുതൽ ആഴത്തിൽ പോകണമെന്നുള്ളവർക്ക് മാത്രം. വാഫി ആർട്സിൽ അല്ലെങ്കിൽ വഫി ആർട്സിൽ അതില്ല, പ്രൊഫഷണലും അതില്ല. ഡബിൾ ഡോസിലുള്ള സിലബസ്, അതൊക്കെ വളരെ ആയാസരഹിതമായിട്ട് പഠിക്കാനും പരീക്ഷകൾ എഴുതി മിടുക്ക് തെളിയിക്കാനും കുട്ടികൾക്ക് സാധിക്കുകയാണ്. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ്, അത് തന്നെയും ഒരു സിലബസാണ്. പിന്നെയും ധാരാളം കാര്യങ്ങളുണ്ട്, CSS പോലുള്ള കാര്യങ്ങൾ, സാമൂഹിക സേവനം. പണ്ഡിതന്മാരെന്ന് പറയുന്ന വർഗം അടിസ്ഥാനപരമായിട്ട് അവർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണല്ലോ. അവർ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ആളുകളാണ്, സമൂഹത്തെ സേവിക്കേണ്ട ആൾക്കാരാണ്. അതിനുള്ള പരിശീലനം വിദ്യാഭ്യാസ കാലത്ത് തന്നെ നൽകുന്നു എന്നതാണ് ഇവിടെ പുലർന്നിട്ടുള്ള കാര്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്ന KN കുറുപ്പ് CSS പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു മതവിദ്യാഭ്യാസ സമ്പ്രദായം സാമൂഹിക സേവനം മതപഠനത്തിൻ്റെ ഭാഗമാക്കിയത് അത്ഭുതകരമാണ്, ഞാൻ അതിൽ വളരെയധികം സന്തോഷിക്കുകയാണെന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ ലോകത്ത് ഇല്ലാത്ത അനുഭവങ്ങളാണ്, നമ്മൾ അറിഞ്ഞിടത്തോളം അത്രേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് സാമൂഹിക സേവനം എങ്ങനെ ചെയ്യണം അതവനെ പഠിപ്പിക്കുന്നു. അത് ശരിക്കു പറഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ചില അനുബന്ധ പേപ്പറുകളുണ്ട്, അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമല്ല. കുട്ടികൾക്ക് അത് ഇൻഷാ അല്ലാഹ് പ്രോസ്പെക്ടസിൽ ലഭ്യമാണ്. പിന്നെ നിങ്ങൾ അവർക്ക് കുട്ടികൾക്ക് ഇതൊക്കെ കൂടുതൽ പറഞ്ഞു കൊടുക്കുകയും വേണം. ഒരുപാട് ട്രെയിനിങ്ങുകളും പ്രാക്ടിക്കലുകളൊക്കെ ഉണ്ട്. സാധാരണ യൂണിവേഴ്സിറ്റികളൊക്കെ ചെയ്യുന്നതിൽ കൂടുതൽ പ്രാക്ടിക്കൽ വർക്കുകളുണ്ട്, സാമൂഹിക സേവനമുണ്ട്, ധാരാളമായിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 4-5 സിലബസ് കുട്ടി പഠിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി യാതൊരു പ്രയാസവും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. തന്മയത്വത്തോടു കൂടി ഇതിനോടൊക്കെ ഇഴുകിച്ചേർന്ന് ഇതൊക്കെ ആസ്വദിക്കുന്ന സ്ഥിതിവിശേഷം. അതുകൊണ്ടാണല്ലോ ഈ നിങ്ങളൊക്കെ ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ കടന്നു വന്നിട്ടുള്ളവരൊക്കെ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർ പിന്നെ ഈ കോഴ്സിലേക്ക്, ഈ സമ്പ്രദായത്തിലേക്ക് അവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ചുറ്റുവട്ടത്തുള്ളവരെയും കാണുന്നവരെയും കേൾക്കുന്നവരെയും ഒക്കെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതൊരു വലിയ ശരിയാണ് എന്ന്, ഇത് രസകരമാണ് എന്ന്, ഇത് ഹിതകരമാണ് എന്ന്, ഇത് പ്രായോഗികമാണ് എന്ന്, ഇത് ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും നേട്ടമുണ്ടാക്കി തരുമെന്ന്. അപ്പോൾ അവർ വിളിക്കുകയാണ്. അഡ്മിഷൻ കാലത്ത് ഞങ്ങൾ പലപ്പോഴും ആരാണ് കൂടുതൽ അഡ്മിഷൻ ഉണ്ടാക്കുന്നത് എന്ന് ആലോചിക്കാറുണ്ട്. പല കണക്കുകളും ഞങ്ങൾ തന്നെ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരാണ് കൂടുതൽ കുട്ടികളെ ആകർഷിച്ചിട്ടുള്ളത് എന്ന് കണിശമായ ഒരു പഠനം തന്നെ നടത്തി. അപ്പോൾ കിട്ടിയിട്ടുള്ള ഉത്തരം, ഈ കോഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികളെ ആകർഷിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. 50% കുട്ടികളെ കോഴ്സിലേക്ക്, സമ്പ്രദായത്തിലേക്ക് ആകർഷിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. കാരണം അവർക്ക് മിനൽ കൽബി ഇലൽ കൽബ് എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, സഹോദര കൂട്ടുകാരാ വരൂ, ഞാൻ അനുഭവിച്ചറിയുന്ന പച്ച പരമാർത്ഥമാണ് ഞാൻ പറയുന്നത് എന്ന് അവന് പറയാൻ പറ്റും. അവർക്ക് കൂട്ടുകാരോട് പറയുന്നതിന് സ്വാധീനമുണ്ട്. പഠിച്ചു കഴിഞ്ഞ ആളുകൾ 25% കുട്ടികളെ ആകർഷിക്കുന്നു. പിന്നെ ബാക്കി വലിയൊരു ശതമാനം രക്ഷിതാക്കളും ബന്ധപ്പെട്ടവരും. കാരണം നമ്മളൊക്കെ അത് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. അധ്യാപകരായ ഞങ്ങളും നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും നമ്മളെല്ലാം കൂടി ഒരു കുടുംബമാണ്. ഇതൊരു കുടുംബത്തിൻ്റെ സുഖമാണ്. ഇപ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലെ തറവാട്ടിലേക്ക് കടന്നു വരുന്നത് പോലെ ഈ കുടുംബത്തിൽ വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഫീലിംഗ് നമുക്കൊക്കെ കിട്ടുകയാണ്, എല്ലാവർക്കും കിട്ടുകയാണ്. കാരണം ചുറ്റും കാണുന്നവരൊക്കെ സ്വന്തക്കാരും ബന്ധക്കാരും, അറിഞ്ഞവരും അറിയിക്കുന്നവരും, അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല സമ്പ്രദായങ്ങളിലും പഠിച്ച ആളുകൾ, ഒപ്പം പഠിച്ച ആൾക്കാർ, ഓർത്തെടുക്കാനുണ്ടാവുക കുറേ കലാപങ്ങളുടെയും കുറേ പിണക്കങ്ങളുടെയും കുറേ കുത്തിക്കീറലുകളുടെയും കുറേ തല്ലിക്കൊല്ലലുകളുടെയും ഒക്കെ അനുഭവങ്ങളാണ് ഈ കാര്യം. ഇവിടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഉൾക്കൊള്ളലിൻ്റെ, പരിരംഭണത്തിൻ്റെ,
ആശ്ലേഷത്തിൻ്റെ അനുഭവങ്ങളാണുള്ളത്. ഇങ്ങനൊരു കുടുംബമാണിത്. ഈ കുടുംബം വാസ്തവത്തിൽ വളരെ ബലപ്പെട്ട് വരികയാണ്. അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ വാഫി കുടുംബമാണ് ഏറ്റവും കൂടുതൽ ഉയർത്തെഴുന്നേറ്റ് എങ്ങനെയെങ്കിലും മറികടന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും കോടതികൾ കയറിയതും. അപ്പോൾ ഇതൊരു കുടുംബമാണ്. അർഹാം അസംബ്ലി എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം ഇങ്ങനെ കുരുത്തു വരുമ്പോഴാണ് നമ്മൾ ചില ബുദ്ധിമുട്ടുകളിൽ പെട്ടത്. നമ്മുടെ ലക്ഷ്യം നിങ്ങൾക്കറിയാം, വലിയ ലക്ഷ്യമായിരുന്നു. നമ്മൾ 1,00,000 അർഹാം മെമ്പർമാരെ ആകർഷിച്ച് അവർക്കൊരു പ്രയാസവുമില്ലാതെ വലിയ വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ പ്ലാൻ ചെയ്ത് വരികയായിരുന്നു. ഇൻഷാ അല്ലാ അതൊക്കെ നടക്കും. വല്ലാഹി ലയതിമന്നല്ലാഹു ഹാദൽ അംർ. അള്ളാഹു ഇതൊക്കെ പൂർത്തീകരിക്കും. അള്ളാഹു ചില പരീക്ഷണങ്ങൾ തരികയാണ്. നമ്മൾ ചില തിരിച്ചറിവുകളിൽ എത്തുന്നതിന് വേണ്ടി പരീക്ഷണങ്ങളൊക്കെ മറികടന്ന് നമ്മൾ ഇൻഷാ അല്ലാ മുന്നോട്ട് പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സമ്പ്രദായം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നതിൽ കവിഞ്ഞ് ഇത് മനുഷ്യൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾ ആരെയും ഈ കോഴ്സും സംവിധാനവും പരിചയപ്പെടുത്തുമ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇത് കുറേ ടെക്സ്റ്റ് ബുക്കുകൾ, കുറേ സ്റ്റഡി മെറ്റീരിയലുകൾ, അതൊക്കെ ഇങ്ങനെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി തിന്നുക, കുടിക്കുക, പരീക്ഷ എഴുതുക. അതിൻ്റെ അപ്പുറത്ത് ചിന്തകളെ സ്വാംശീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വാഫി വഫിയ സംവിധാനത്തിൽ വളരുന്ന കുട്ടികൾ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുകയാണ്. സലഫു സാലിഹീങ്ങളുടെ ചിന്ത, നമ്മുടെ പൂർവികരായ നേതാക്കളുടെ ചിന്ത, അവരൊക്കെ പുലർത്തിപ്പോന്നിരുന്ന ആ ഒരു ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും കൂട്ടുപിടിക്കുക, എല്ലാവരെയും സ്വീകരിക്കുക, വേണ്ടവർക്കൊക്കെ പരിശുദ്ധ ദീനും നല്ല കാര്യങ്ങളും പിന്നാലെ നടന്ന് വിളമ്പിക്കൊടുക്കുക, ഈ ഒരു സമ്പ്രദായം. പലരും ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടികളിൽ മുന്തി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവർക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെർബിയത്തിൻ്റെ ഫലമായിട്ട്, ശിക്ഷണത്തിൻ്റെ പരമായിട്ട് കിട്ടിയിട്ടുള്ളൊരു സ്വഭാവമുണ്ട്, അടക്കവും ഒതുക്കവും. അത് നിങ്ങൾ സംരക്ഷിക്കണം, നിലനിർത്തണം, കളയാതെ നോക്കണം എന്ന് പലരും ഞങ്ങളോടൊക്കെ പറയാറുണ്ട്. അത് ഈ കാലത്ത് ഒരു പക്ഷേ അപൂർവം ചില സംവിധാനങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കത് കൊടുക്കാൻ പറ്റുന്നു. തുടർന്ന് അള്ളാഹു തൗഫീഖ് നിലനിർത്തി തരുമാറാകട്ടെ. ഇനി നമുക്ക് പറ്റട്ടെ. ഇതുവരെ ഉള്ള കാര്യം വെച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിഞ്ഞൂടാ. അൽഹംദുലില്ലാ, വളരെ അടക്കമുള്ള ഒതുക്കമുള്ള കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, അവർക്ക് നല്ല അടക്കവും ഒതുക്കവും ഉള്ളപ്പോൾ തന്നെ അവർക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവരുടെ ഭൂതം അവർക്കറിയാം, വർത്തമാനവും അറിയാം, ഭാവിയും അറിയാം. അതൊക്കെ എങ്ങനെ സേഫാക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് നല്ല ധാരണ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയിൽ, അച്ചടക്കത്തിൽ, ഒതുക്കത്തിൽ ആരോടും പറയും, പറയേണ്ടവരോടൊക്കെ പറയും. അതേ സമയത്ത് അഹങ്കാരമില്ല, എടുത്തുചാട്ടമില്ല, തുളുമ്പലുകളില്ല. നല്ല കുട്ടികൾ, അങ്ങനെയുള്ള നല്ല കുട്ടികളെ ഉണ്ടാക്കുന്നൊരു സിസ്റ്റമാണിത്. അടക്കവും ഒതുക്കവുമുള്ള കുട്ടികളെ, കുട്ടികളുടെ ശേഷികൾ മുഴുവനും റെസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ, അതിനെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, നിന്നുകൊണ്ട് പരമാവധി അവരുടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് പരമാവധി അവരുടെ എനർജി വിദ്യക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, ഭാവി പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു രീതിയിൽ അവരെത്തിക്കുന്നതിന് വേണ്ടി മെൻറ്റർമാരും അതുപോലെ സ്ഥാപനങ്ങളിലെ അധ്യാപകന്മാരും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതിൻ്റെ അലുമിനിയാണ്. വാഫി അലുമിനി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം കേരളത്തിൽ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അലുമിനി ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് നടക്കുന്നില്ല എങ്കിലും അവർ വേണ്ടിടത്ത് രംഗത്ത് വരുന്നുണ്ട്. സാന്നിധ്യം അറിയിക്കേണ്ടിടത്ത് അവരറിയിക്കുന്നുണ്ട്. നമ്മൾ ഈ നാട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പറയാതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന് ഒരു ചിന്ത എന്ന നിലയ്ക്ക്, ഒരു ദർശനം എന്ന നിലയ്ക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളാകുന്നത് ചെയ്യും, പ്രതിരോധം തീർക്കും. ആ ഒരു കാര്യമാണ് വാഫി വഫിയ അലുമിനി ശ്രദ്ധാപൂർവം ചെയ്തിട്ടുള്ള കാര്യം. വളരെ പ്രശ്നകരമായ ചർച്ചകൾ പലതിവിടെ നടന്നപ്പോൾ അലുമിനി മർമ്മത്ത് യഥാസമയം പ്രശ്നങ്ങളിൽ ഇടപെടുകയും കേരളത്തിന് തന്നെ ദിശ കാണിച്ചു കൊടുക്കുകയും
അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തുന്നവരുടെ വായ അടപ്പിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മളടുത്തുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഖുർആൻ്റെ ഭാഷയാണല്ലോ ഉപയോഗിക്കുന്നത്, അറബി ഭാഷ. അറബി ഭാഷാ രംഗത്ത് നമുക്ക് ഉച്ചസ്ഥരം പറയാൻ പറ്റും. ഖുർആൻ്റെ ഭാഷയ്ക്ക്, നമ്മുടെ വിശ്വാസമനുസരിച്ച് സ്വർഗത്തിൻ്റെ ഭാഷയ്ക്ക് ഇത്രമേൽ പ്രമോഷൻ നൽകിയ ഒരു സിസ്റ്റവും കേരളത്തിൽ വർദ്ധിച്ചിട്ടില്ല. സ്വകാര്യ സിസ്റ്റങ്ങളുമില്ല, സർക്കാർ സിസ്റ്റങ്ങളുമില്ല. അത്രമേൽ സേവനങ്ങളാണ് ആ രംഗത്ത് ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ വിദേശികൾ പലരും അറിഞ്ഞു. വിദേശികൾ എന്ന് പറഞ്ഞാൽ അറബികൾ, ഇംഗ്ലീഷിലേക്ക് പലതും പോയിട്ടുണ്ട്, പലരും അറിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ആടുജീവിതം പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആടുജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണ്? അത് ഒരു കൂട്ടരെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ ആക്ഷേപിക്കുകയാണെങ്കിൽ ആക്ഷേപം കേൾക്കേണ്ടത് അവരാണല്ലോ. ഇരകളായിട്ടുള്ള ആളുകൾ അവർക്ക് മാത്രം അറിയുന്ന ഭാഷയിൽ ആക്ഷേപിച്ചിട്ടെന്താ കാര്യം? തെറ്റുതിരുത്തലാണല്ലോ ലക്ഷ്യം. സാഹിത്യത്തിൻ്റെ ലക്ഷ്യം അതാണല്ലോ. ഒരു സാഹിത്യ സൃഷ്ടി ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ആശയം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ആശയപ്രകാശനം ഏതോ ഒരു ജനവിഭാഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അവരാണല്ലോ അത് ആദ്യം വായിക്കേണ്ടത്, അവരാണല്ലോ അത് അറിയേണ്ടത്. തെറ്റ് തിരുത്തേണ്ടവർ അവരാണല്ലോ തെറ്റ് തിരുത്തേണ്ടത്. ഖത്തറിൽ ഞങ്ങൾ ഒരു വൃദ്ധനായ അറബിയെ കണ്ടു. ആടുജീവിതം അറബിയിൽ വന്നതിന് ശേഷം അതിൻ്റെ കോപ്പി കാണിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇവരെ അറബികളെ കുറ്റം പറയുന്നു എന്ന കാരണത്താൽ ഇവർക്കൊക്കെ എന്തെങ്കിലും വിമ്മിട്ടം ഉണ്ടാകുമോ എന്ന് തോന്നി. ഒരു തരത്തിൽ ഒരു അപ്പോളജി സ്വരത്തിൽ എന്തോ പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല, പുസ്തകം ഞാൻ തീർത്ത് വായിച്ചു, പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശരിയാണ്. അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. ആളുകളെ പീഡിപ്പിക്കുന്നുണ്ട്, ആടുജീവിതങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ട്. അറബികൾ വായിക്കട്ടെ, മനസ്സിലാക്കട്ടെ, തെറ്റ് തിരുത്തട്ടെ. ഒരു കാര്യം എല്ലാവർക്കും തീർച്ചയാണ്, എല്ലാ അറബികളും അങ്ങനെയല്ല. എല്ലാ അറബികളും അങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ ഇവിടെ സൗദി അറേബ്യയിലും, അതാണല്ലോ ഏറ്റവും വലിയ രാജ്യം, മറ്റു ഗൾഫ് രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നുണ്ട്. കേരളം കെട്ടിപ്പടുക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടാണല്ലോ. അവരൊക്കെ ആട് തിന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരവിടെ കാണൂലല്ലോ, അവരിവിടെ ഉണ്ടല്ലോ. അവരവിടെ ഇരുന്നിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ, ഇവിടെ വന്നിട്ടും വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണ്. നല്ല മനുഷ്യന്മാരാണ് അവർ, നല്ല മനുഷ്യന്മാരാണ്. മറ്റുള്ളവർ നല്ല മനുഷ്യന്മാരാണ്. യൂറോപ്യന്മാർ നല്ലവരാണ്, ഹിന്ദുക്കൾ നല്ലവരാണ്, ക്രിസ്ത്യാനികൾ നല്ലവരാണ്. ആരാ പിന്നെ അടിസ്ഥാനപരമായിട്ട് എല്ലാം കൂടി പിടക്ക്? അങ്ങനൊന്നുമില്ല. എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകും കള്ളനാണയങ്ങൾ, സാമൂഹിക വിരുദ്ധർ, വ്യതിയാനങ്ങൾ. അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളൂ. അവരെ കൂടി തിരിച്ചറിഞ്ഞ് തിരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ കൃതി ഉണ്ടായിട്ടുള്ളത്. ഈ കൃതി അറബികൾ ഒന്നാമത് വായിക്കേണ്ട വായനാ സമൂഹം അറബികളാണ്. അവർക്ക് എത്തിച്ചു കൊടുത്തത് നമ്മളാണ്. ബാല്യകാല സഖി, അതുപോലെ നാലുകെട്ട് തുടങ്ങിയിട്ടുള്ള എത്ര കൃതികൾ അറബി ഭാഷാ സാഹിത്യത്തിന് വാഫി വഫിയ സംവിധാനത്തെ പോലെ ഇത്രമേൽ ഉത്കൃഷ്ടമായ സേവനം ചെയ്ത മറ്റൊരു വിഭാഗം സർക്കാരുകൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ആ തെറ്റാക്കി തിരുത്താം. അപ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടപ്പെട്ട ഒരു സിസ്റ്റമാണ്, ജനങ്ങൾക്ക് വേണ്ട ഒരു സിസ്റ്റമാണ്. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഷയാണ്. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകണം. കുറേ അധികം ആളുകൾ, ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ട് ജീവിതവുമാണ്. അവർ ഈ ദീൻ പഠിച്ചത് കൊണ്ട് അവർക്ക് ഈ ദുനിയാവിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്നു. പിന്നെയോ അവർക്ക് മരിച്ചു ചെന്നിട്ടുള്ള ഭാസുരമായ ഒരു ജീവിതമുണ്ട് എന്ന് അവരും വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊരു വിജയത്തിൻ്റെ മാർഗമാണ്. ഈ മാർഗത്തിലേക്കാണ് നമ്മൾ കുട്ടികളെ ക്ഷണിക്കേണ്ടത്, പുതിയ തലമുറയെ ക്ഷണിക്കേണ്ടത്, രക്ഷിതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പരമാർത്ഥങ്ങളാണ്. ആ പരമാർത്ഥങ്ങൾക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് എന്നല്ല, ഈ തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ നിൽക്കുന്നത് അത് മതനിരാസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും മുന്നിലാണ്. അതാണ് ഏറ്റവും വലിയ ഭീഷണി. മുസ്ലിങ്ങൾ എന്നല്ല, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതവിശ്വാസികളുമൊക്കെ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പച്ച പരമാർത്ഥം, മതനിരാസം, ലിബറലിസം, അത് നമ്മളെ കാർന്ന് തിന്നാൻ പിളർന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. ആ സത്യത്തിന് മുന്നിലാണുള്ളത്. വലിയൊരു ശത്രുവിൻ്റെ മുന്നിൽ അകപ്പെടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിച്ച് തന്നെ
ആകെപ്പാടെ വിഴുങ്ങാൻ വരുന്ന ശത്രുവിനെ നേരിടാൻ നമ്മൾ സന്നദ്ധരാകും. ആ ഒരു സന്നദ്ധതയുടെ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മതനിരാസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും കാലത്താണ് നമ്മളുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ കുട്ടികളെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലേക്ക് ക്ഷണിക്കുന്നത്. മറ്റു മതക്കാർ അവരുടെ മതവിശ്വാസങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കട്ടെ, അങ്ങനെ മതങ്ങൾ ഇവിടെ നിലനിൽക്കട്ടെ, ലിബറലിസവും മതനിരാസവും ദൈവനിഷേധവും ഇല്ലാതെയാകട്ടെ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ കുട്ടികളെ ചെന്ന് വിളിക്കുമ്പോൾ, നിങ്ങൾ വാഫി വഫിയ കോഴ്സ് പരിചയപ്പെടുത്തുമ്പോൾ, അത് മാത്രം തന്നെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അനുഭവിച്ചറിഞ്ഞ ആളുകൾ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് അത്, എന്താണ് ഇത് എന്ന് ചോദിച്ചാൽ വാഫി വഫിയ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം പറയാൻ പറ്റുള്ളൂ. നിങ്ങളത് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്, അത് ബോധ്യപ്പെട്ട ആൾക്കാരാണ്, അതിൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അവരോട് പറയണം, ആ ശരി, നീ വാഫി വഫി ആകാൻ ഉദ്ദേശമില്ലല്ലേ, എന്നാൽ പിന്നെ നീ പോയി തൊലയുന്നില്ല. പിന്നെന്നാ ജീ പോയി തൊലഞ്ഞോന്നല്ലല്ലോ അവനോട് പറയേണ്ടത്. ദൈവത്തെ, അള്ളാഹുവിനെ, പടച്ച തമ്പുരാനെ അംഗീകരിക്കുന്ന, മതങ്ങളെ അംഗീകരിക്കുന്ന, അഥവാ ലോക ജനതയുടെ 90-93% മതങ്ങളെ അംഗീകരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒറ്റപ്പെടാതെ, ലിബറൽ ചിന്ത, യുക്തിചിന്ത, ദൈവനിഷേധം പറഞ്ഞ് ഒറ്റപ്പെട്ടു പോകാതെ ലോക ജനതയുടെ 93% കൂടെ നിൽക്കണം, മെയിൻ സ്ട്രീമിൽ പോകണം എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഹിന്ദു ആയിക്കോട്ടെ, ഫമൻ ഷാഫല്യുമിൻ ഒമൻ ഷാഫൽ യക്ഫുർ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഫമൻ ഷാഫല്യുമിൻ ഒമൻ ഷാഫൽ യക്ഫുർ, മറ്റു മതക്കാരൊക്കെ അവരതായിക്കോട്ടെ, ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതൊരു ശരി, ഇത് പരമശരി, നമ്മുടെ ശരി. ഈ ശരിക്ക് ന്യായമുണ്ട്. ആ ന്യായം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത്ര തന്നെ. അത് സ്വീകാര്യമാണ്, അൽഹംദുലില്ലാ, സന്തോഷം. സ്വീകാര്യമല്ല എന്നാൽ പിന്നെ അപകടമില്ലാത്തതിലേക്ക് പോവുക. ദൈവനിഷേധത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും പോകരുത്, ലിബറലിസത്തിലേക്ക് പോകരുത്. ലിബറലിസം ഇപ്പോൾ കാട്ടുന്ന പണി, ഞങ്ങൾ മതത്തിനെതിരല്ല, ഞങ്ങൾ ദൈവത്തിനെതിരല്ല എന്ന് പറഞ്ഞ് ഒപ്പം കൂടുക. എന്നിട്ട് ചെറുപ്പക്കാരുടെ ആ പ്രായത്തിനനുസരിച്ച് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ഇക്കിളികൾ ഉയർത്തിവിടുക. ആ ഇക്കിളികൾക്ക് പൂരണം കിട്ടാതെ വരുമ്പോൾ, എങ്ങനെ കിട്ടാതെ വരുന്നത്? ഉപ്പ അറിഞ്ഞാൽ, ഉമ്മ അറിഞ്ഞാൽ, അധ്യാപകൻ അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ, പണ്ഡിതന്മാരറിഞ്ഞാൽ മോനെ ശരിയല്ല, അള്ള ഇഷ്ടപ്പെടില്ല, റസൂലുള്ള ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യം, ഞാൻ അനുഭവിക്കുന്ന തടുക്കാൻ പറ്റാത്ത ഇക്കിളി, അതിന് തടസ്സം ഉമ്മയാണെങ്കിൽ ഉമ്മ പോട്ടെ, ഉപ്പയാണെങ്കിൽ ഉപ്പ പോട്ടെ, മോരിയർ പോട്ടെ, മതം പോട്ടെ, അള്ള പോട്ടെ, റസൂൽ പോട്ടെ, ഇങ്ങനെ വളഞ്ഞ് ചെവി പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ മതത്തിനെതിരല്ല, ഞങ്ങൾ ദൈവത്തിനും എതിരല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂടിയിട്ട് ലിബറൽ ചിന്തകൾ വളർത്തിയിട്ട്, ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് തോന്നിപ്പോകും. കഴിഞ്ഞ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ വലിയൊരു വിദ്യാലയം തുറക്കുമ്പോൾ വലിയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ ഏറ്റവും വലിയ ഫ്ലക്സിൽ വരച്ച് കാണിക്കുന്നത് എന്താണ്? സ്ത്രീ പുരുഷ ഇണചേരൽ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നവരോട് ആദ്യം പറയേണ്ട കാര്യം ഇണചേരലാണത്രേ. അതല്ല അവർ പറയാതെ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ലിബറൽ ചിന്തയെ ഹനിക്കാനും അതിനെ ന്യായം കൊണ്ടും യുക്തി ചിന്ത കൊണ്ടും പരാജയപ്പെടുത്താനും മതധർമ്മബോധങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ തെറ്റ് തിരുത്താനും നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ ക്ഷണിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വിദ്യാർത്ഥിനികളായ നിങ്ങൾ, ബന്ധപ്പെട്ടവർ, രക്ഷിതാക്കൾ, കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ ജനാധിപത്യ അവകാശം അത് വിനിയോഗിക്കണം. വോട്ട് ചെയ്യാത്ത ഒരു കുട്ടിയും ഉണ്ടാകരുത്. വോട്ടർ പട്ടികയിൽ പേരുള്ള അവകാശമുള്ള ആളുകൾ പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം. ആർക്ക് വോട്ട് ചെയ്യിക്കണം? മനുഷ്യനെ അംഗീകരിക്കുന്ന, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം. ചില മനുഷ്യന്മാർ മാത്രം ഇവിടെ മതി, മറ്റു ചില ആളുകളൊക്കെ ഇവിടുന്ന് പിന്നെ ഇല്ലായ്മ ചെയ്യണം, നിഷ്കാസനം ചെയ്യണമെന്ന് സിദ്ധാന്തിക്കുന്ന കൊലയാളികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യുക? അല്ലെങ്കിൽ കൊലയുടെ ചിന്തയും തത്വശാസ്ത്രവും കൊണ്ട് നടക്കുന്നവർക്ക് എങ്ങനെ വോട്ട് ചെയ്യുക? ഫാഷിസത്തിന് എങ്ങനെ വോട്ട് ചെയ്യുക? ചില ആളുകൾ ഇന്ത്യ ഒട്ടാകെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ശരീരം ഇല്ലായ്മ ചെയ്യണം അവർക്ക്. കേരളം ഭരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഈമാൻ ഇല്ലാതെയാക്കണം അവർക്ക്. നമുക്ക് ഈമാനുള്ള, വിശ്വാസമുള്ള ആളുകളായിട്ട് ഇന്ത്യ രാജ്യത്ത് ഉടലോടെ ജീവിക്കണം. അത് ഉറപ്പ് തരുന്ന, അതിനു വേണ്ടി നിലകൊള്ളുന്നവർ ആരാണ് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? അവർക്കുള്ള വോട്ട് ചെയ്യണം.
അത് നിങ്ങളുടെ കടമയാണ്. മുസ്ലിമിന് രാഷ്ട്രീയമുണ്ട്, പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമുണ്ട്. പണ്ഡിതന്മാർക്കും പണ്ഡിത സംഘടനകൾക്കും രാഷ്ട്രീയമല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദീനിൻ്റെ വലിയൊരു ഭാഗമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ മുസ്ലിം പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം പാണ്ഡിത്യത്തിൻ്റെ സംഘടനാ രൂപമാണ്, അതിന് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സിംഹഭാഗം അവർക്ക് ബാധകമല്ല. അള്ളാഹുവിൻ്റെ റസൂല് രാഷ്ട്രം ഭരിച്ചിരുന്ന രാഷ്ട്രീയക്കാരനായ നേതാവായിരുന്നില്ലേ സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ്? സിദ്ദീഖ് എന്നവർ രാജ്യം ഭരിച്ചിരുന്നില്ലേ? ഉമർ എന്നവർ രാജ്യം ഭരിച്ചിരുന്നില്ലേ? ഉസ്മാൻ എന്നവരും അലി എന്നവരും രാജ്യം ഭരിച്ചിരുന്നില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചിരുന്നില്ലേ? അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ധാരാളം ഖുലഫാ ഉമവികൾ, അബ്ബാസികൾ, അവരൊക്കെ വലിയ ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും സാത്വികന്മാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ കൂട്ടത്തിൽ. അവരൊക്കെ രാഷ്ട്രീയം കൈയാളിയിട്ടില്ലേ? മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം കൂടി ചേരുമ്പോൾ മാത്രമാണ് ഇസ്ലാം പൂർണ്ണമാകുന്നത്. രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാം സ്വാഭാവികമായിട്ട് അല്ലദീന ജഅലുൽ ഖുർആന അദീൻ എന്ന് പരിശുദ്ധ ഖുർആൻ വിമർശിച്ചതുപോലെ, അപ്പോൾ തുഅ്മിനൂന ബിബഅദിൽ കിതാബി വ തക്ഫുറൂന ബിബഅദിൻ എന്ന് പരിശുദ്ധ ഖുർആൻ വിമർശിച്ചതുപോലെ ന്യൂനമാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്ക് പ്രവർത്തിക്കുക. അത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഈ സമയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആനുഷംഗികമായി പറഞ്ഞു എന്ന് മാത്രം. നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. റമദാനിൻ്റെ അവസാന സമയമാണ്. ഈ സമയം പ്രയോജനപ്പെടുത്തുക. അള്ളാഹുവിനോട് അടുക്കാനുള്ള സമയമാണിത്. തൗബ ചെയ്യാനുള്ള സമയമാണിത്. നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള സമയമാണിത്. ആ സമയമൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇത് പ്രയോജനപ്പെടുത്തുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന ചില അമലുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അമല് മനുഷ്യനെ ഹിദായത്താക്കുക എന്നുള്ളതാണ്. അള്ളാൻ്റെ റസൂലിനോട് കഅബത്തിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞു, നബി സ്വീകരിച്ചിട്ടില്ല. പല അനുനയത്തിനും അവർ തയ്യാറായി, റസൂലുള്ളാഹി സ്വീകരിച്ചിട്ടില്ല. ഒരു കയ്യിൽ സൂര്യനും മറ്റേ കയ്യിൽ ചന്ദ്രനും വെച്ചെന്നാലും നിർത്തൂല എന്ന് പറഞ്ഞ് എന്ത് നിർത്തൂല? സാമൂഹിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിർത്തൂല. സമൂഹത്തെ, അള്ളാഹുവിൻ്റെ അടിമകളെ, മനുഷ്യരെ നേർചിന്തയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം നിർത്തൂല. നേർവഴിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്ന ചിന്തയാണ് നമ്മുടെ ചിന്ത. അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. ആ പ്രവർത്തനം നടത്താനുള്ള കനകാവസരമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് തന്നെയും മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധികൾ മുന്നിൽ കാണുമ്പോൾ നമുക്കതാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഈ ദൗത്യം ശരിക്കും നിർവഹിക്കുക. ഇത് അള്ളാഹുവിലേക്കുള്ള വിളിയാണ് എന്ന്, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജലൻ എന്ന് പറഞ്ഞാൽ ഹിദായത്തിലേക്കുള്ള വിളിയാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുക. നിയ്യത്ത് നന്നാക്കുക. അള്ളാഹുവേ, ഇവൻ വന്നാലും വന്നില്ലെങ്കിലും, ഇവൻ ഈ കോഴ്സിന് അപേക്ഷിച്ചാലില്ലെങ്കിലും, അവൻ ഇനി അപേക്ഷിച്ച് പരീക്ഷ എഴുതി പിന്നെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും, പടച്ചവനെ, നിന്നെക്കുറിച്ചുള്ള ആലോചന അവൻ്റെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണേ പടച്ചവനെ. പടച്ചവനെ, അവനെ സന്മാർഗത്തിലാക്കണേ പടച്ചവനെ. അവൻ ലിബറലാകല്ലേ, കമ്മ്യൂണിസ്റ്റ് ആകല്ലേ, യുക്തിവാദിയാകല്ലേ, നിരീശ്വരവാദിയാകല്ലേ, അത് ദ്വാരക്കുക. എവിടെയെങ്കിലുമൊക്കെ ചേർന്ന് നന്നാവട്ടെ. ഏത് കോഴ്സായാലും വേണ്ടിയില്ല, പേരെന്തായാലും വേണ്ടിയില്ല. ആ കോഴ്സ് നടത്തുന്നവരൊക്കെ ശരിയായ അക്കീദുള്ളവരാകണമെന്നേ ഉള്ളൂ, എന്തായാലും വേണ്ടിയില്ല. ബാക്കി കാര്യങ്ങളൊന്നും വിഷയമല്ല. ശരിയായ വിശ്വാസത്തിലേക്കാണല്ലോ നമ്മൾ ക്ഷണിക്കേണ്ടത്. വിശ്വാസം പേച്ചു പോകുന്നിടത്തേക്ക്, പുത്തൻ ചിന്തകളും ഉൽപ്പതിഷ്ണത്വവും വരുന്നിടത്തേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്നാണ്. നമ്മളൊക്കെ പരമ്പരാഗതമായിട്ടുള്ള സുന്നി ആശയാദർശങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. ഈ സ്ഥാപനം പാങ്ങിൽക്കാരൻ്റെ പേരിലാണ്, സമസ്തയുടെ സ്ഥാപകനാണ്. പെരുമണ്ടശ്ശേരിയിൽ നമ്മുടെ സ്ഥാപനം വരക്കൽ പുല്ലക്കോയ തങ്ങളുടെ പേരിലാണ്. അങ്ങനെ പൂർവികരെ ബഹുമാനിക്കുകയും അവരെ അറിയുകയും അവർക്ക് വിലാസങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ പേരിൽ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ മുമ്പിലുള്ള മാതൃക ഷെയ്ഖുന ശംസുൽ ഉലമയാണ്, കോട്ടുമല ഉസ്താദാണ്, കണ്ണിയത്ത് ഉസ്താദാണ്. അതിൻ്റെ പിന്നിൽ അവിടുന്ന് അങ്ങോട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പൂർവികരായ നേതാക്കളാണ്. അവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. അവരൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ വഴികാട്ടികൾ. അവരൊക്കെ കാണിച്ചു തന്ന ആ വഴിയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി, അള്ളാഹുവിന് ആയിരം സ്തുതി. നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ, നിങ്ങളുടെ പെങ്ങന്മാർ ധാരാളമുണ്ട്. 6000-7000 കുട്ടികളുണ്ടാവും പഠിച്ചു കഴിഞ്ഞ ആളുകൾ. എല്ലാവരും ഈ നിമിഷം വരെ, അടുത്ത നിമിഷം അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിനെ കാത്തുരക്ഷിക്കണേ. അവർ ശരിയായ പാതയിലാണ്, ശരിയായ ചിന്തയിലാണ്, ശരിയായ അഖീദയിലാണ്, ആദർശത്തിലാണ്. വ്യതിചലനമില്ല, വ്യതിയാനമില്ല. ഈ കുടുംബത്തിൽ 1000-ഓളം അധ്യാപകരുണ്ട്. 1000-ഓളം അധ്യാപകർ, ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ. ഒരു പക്ഷേ പ്രായമില്ലെങ്കിലും സാത്വികരായിട്ടുള്ള ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, വാഫികളും ഹുദവികളും മറ്റും. ഇവരൊക്കെ അല്ലാ എന്ന് വല്ലാതെ പറയുന്ന ആളുകളാണ്. അവരൊക്കെ ഏത് അർത്ഥത്തിൽ, അത് ഏതൊരളവിലാണ്, എത്ര ഉൾക്കൊണ്ടാണ്, എത്ര കണ്ണ് നിറച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കൊക്കെ നേരിട്ട് ഉള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബോധ്യത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാവരും ഒറ്റ ബോധ്യത്തിലാണ്. അതിൻ്റെ കാര്യം എന്താണ്? അവരിതൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർ, മഹാന്മാരായ അധ്യാപകർ, പ്രായമുള്ളവരും ഇല്ലാത്തവരും, കമ്മിറ്റിക്കാർ, സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ,
ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ, സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി കടം വാങ്ങാൻ നടക്കുന്ന ആളുകൾ, തെണ്ടി നടക്കുന്ന ആളുകൾ, പോക്കറ്റിൽ നിന്ന് എടുത്തെടുത്ത് പിന്നെയും ചിലവാക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള സാത്വികന്മാരായ ആളുകളാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സാർത്ഥവാഹക സംഘമാണ്, ഇതൊരു നേരിൻ്റെ യാത്രയാണ്. ഇത് എല്ലാവർക്കും ബോധ്യമാണ്. അറിയാത്തവർക്ക് കണ്ട നീ അവിടെ കേട്ട ഞാൻ പറയട്ടെ കണ്ട നീ അവിടെ നിൽക്കുന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾ തള്ളിക്കളയണം. അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ട ആൾക്കാരാണ്, കേട്ട ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, കേട്ടത് പറയാണ്. കേട്ടതൊക്കെ പറയുന്നവർ ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകണം. നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു തോന്നൽ സൂചന എന്ന നിലക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലറിയാം, നിങ്ങൾക്ക് നേരിട്ട് അറിയാം, നിങ്ങൾ ഉള്ളത് പറയാം, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞത് പറയാം. ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് പറ്റുമെങ്കിൽ ചേരുക, ആളുകൾ പറയാം. അങ്ങനെ ചേർത്താൽ അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും, ചേർന്നാലോ അവർക്കും കിട്ടും. അള്ളാഹു എല്ലാവർക്കും കൂലി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.